കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു കണ്ടായിരുന്നോ? കഴിച്ചപ്പം അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം, അതിലൊരു അഭിപ്രായമില്ല. അമ്മയ്ക്ക് അമ്മയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അത് അമ്മയുടെ ഇഷ്ടം. അപ്പം അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടോ, അല്ലാണ്ട് ഞാൻ അതിൽ കയറി എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ അങ്ങ് പോകും. അമ്മ ഇപ്പൊ ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തേക്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണോ കിച്ചുവിന്റെ എഡ്യൂക്കേഷൻ ഫീസ് ആണെങ്കിലും ഒരു ഹെൽപ്പ് ആവുന്ന അമ്മയുടെ വരുമാനമാണോ? അങ്ങനെയൊക്കെ അയച്ചായിരുന്നു. അപ്പൊ അമ്മ പോക്കറ്റ് മണിയായിട്ടൊക്കെ ക്യാഷ് അയച്ചു തരാറ്? അപ്പൊ തന്നെ ഇട്ടുതരാം, അത്രേ ഉള്ളൂ. അല്ലാതെ ചോദിക്കത്തൊന്നുമില്ല എന്തിനാ അങ്ങനെ ചോദിക്കത്തില്ല, അറിയാം എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിരിക്കും. ആയിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വീഡിയോ കണ്ട് ജസ്റ്റ്. അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ ദാസേട്ടനായിട്ടുള്ള വീഡിയോസ് വന്നതിന് ശേഷം രണ്ടുപേരും ചേർത്ത് വളരെ മോശമായിട്ടൊരു കമന്റ് വരികയും അതിനെതിരെ സൈബർ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അഭിനയിക്കുന്നില്ല, അപ്പം ബാക്കിയുള്ളവരാണല്ലോ അഭിനയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. കേസ് കൊടുത്ത നല്ലൊരു കാര്യം, അങ്ങനെ പൊട്ടു. അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ? അയ്യോ, അങ്ങനൊന്നും ചോദിക്കല്ലേ. അയ്യോ, അമ്മയുടെ വീഡിയോ. ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ട്. വീട് വെച്ചിരിക്കുന്നത് രേണു ചേച്ചിയുടെ പേരിലാണ്. അത് കാരണം കിച്ചുവിനെ ഇറക്കി വിട്ടു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ കൊല്ലത്തേക്ക് പോകുമായിരുന്നു. അച്ഛനുണ്ടായിരുന്നു ചിലപ്പോ. അതുപോലെ രേണു ചേച്ചി കേസ് കാണാൻ എലിയനെ പോലെയാണ്, എന്താ ഹാൻസ് വെച്ചിട്ടാണോ നീ നിൽക്കുന്നത്, നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റുകൾ വരാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ നല്ല വന്നായിരുന്നു ആ ടൈമിൽ. എനിക്കും കുറെ എനിക്ക് കേട്ട് ശീലമായി, പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കും. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്, ആരെയും അങ്ങനെ പറയാനുള്ള ഇതില്ല. അനിയമാവെ കാണാൻ തോന്നാറുണ്ടോ? അപ്പൊക്കെ ഞാൻ വിളിക്കും ഇങ്ങോട്ട്. ഇവിടെ വന്നപ്പോഴാണെങ്കിലും കണ്ടു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹമാണ്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് സുധിച്ചേട്ടന്റെ മകൻ കിച്ചു ആണ്. ഹായ്. ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. എന്തൊക്കെയായിരുന്നു പരിപാടി? അതായത് എന്താ വീഡിയോസിലൊന്നും കാണാഞ്ഞേ? ഞാൻ ഇപ്പം പഠിത്തവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അതെ, എന്താ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ആനിമേഷൻ വിഎഫ്എക്സ് പഠിക്കുന്നു. അതെ, അമ്മ പറയുന്നുണ്ടായിരുന്നു ആനിമേഷൻ ഒക്കെയാണ് താല്പര്യം എന്നറിയിട്ട്. അത്ര ആഗ്രഹിച്ചിട്ടാണ് ആ കോഴ്സ് എടുത്തത്? അതെ അതെ അതെ. ഇപ്പം കിച്ചു ഇവിടെ വീട്ടിലല്ല, ഇവിടുത്തെ വീട്ടിലല്ല കൊല്ലത്തെ വീട്ടിലാണ് നിൽക്കുന്നതും കൊല്ലത്തെ പഠിക്കുന്നതും കാര്യങ്ങളും. ഓ, അതുകൊണ്ട് ആ കോഴ്സ് അവിടെ അടുത്തായതുകൊണ്ട് അങ്ങോട്ടേക്ക് താമസം മാറിയല്ലേ? അപ്പൊ ഈ ഒരു കോഴ്സിന്റെ സ്റ്റാർട്ടിങ് ഞാൻ അങ്ങോട്ടേക്ക് മാറിയോ അതോ? മുന്നേ ഇവിടെ അച്ഛാമ്മയ്ക്ക് വയ്യാത്ത സമയത്ത് ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു. ആണ്. പിന്നെ ഈ കോഴ്സിന്റെ കാര്യമൊക്കെ തപ്പി നോക്കിയപ്പോ അവിടെ തന്നെ നല്ലൊരെണ്ണം ഉണ്ട്, അവിടെ തന്നെ നിൽക്കാൻ. അതെ, ഈ പറയുന്ന പോലെ വീഡിയോസ് ഒക്കെ വരുന്ന കാണുന്നുണ്ടായിരുന്നു. അമ്മ ഇറക്കി വിട്ടതാണ് കിച്ചുവിനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീട്ടിലില്ലാഞ്ഞെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പണ്ട് ഇന്റർവ്യൂ ഈ സെയിം ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെ അതൊക്കെ കാണുമ്പോ എന്ത് തോന്നി? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇല്ല, കിച്ചു അധികം സംസാരിക്കാത്ത ആളാണോ? സംസാരിക്കും. അതെ, അടുത്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, അധികം അറിയാത്ത ആൾക്കാരോടൊന്നും മിണ്ടില്ല. സംസാരിക്കല് കുറവാണ്. അതെ, ഇവിടെ ഒരു ഫ്രണ്ടായിട്ടാവുന്ന ഫ്രണ്ടാണോ എപ്പോഴും കൂടെ ഉണ്ടാവുക? എന്റെ അവിടെ കുറച്ചെപ്പോഴും കുറച്ച് കൂട്ടുകാർ കാണും കൂടുതൽ ഉണ്ടാവും. പക്ഷെ പുറത്തെ ആൾക്കാരോടൊന്നും അത്ര വലിയ ആയിട്ട് ഇല്ല. അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അതിന് വരുന്ന കമന്റ്സ് ഒക്കെയോ? അങ്ങനെ നോക്കാറുണ്ടല്ലോ, വീഡിയോ വരുമ്പോ ജസ്റ്റ് കാണും. അമ്മ ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് കിച്ചനോട് വിളിച്ച് പറയാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പറയും. ഫസ്റ്റ് ഈ ഒരു മറ്റേ ദാസേട്ടനുമായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞായിരുന്നു. അന്നേരം എന്താ തോന്നിയേ? തോന്നിയില്ല, അത് അമ്മയുടെ ഇഷ്ടം, ചേട്ടൻ വിചാരിച്ചു. അതെ, എന്നിട്ട് അതിന്റെ ഔട്ട് വന്നിട്ട് വീഡിയോസ് ഒക്കെ പുറത്ത് വന്നപ്പോ കണ്ടായിരുന്നോ? അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് ആകെ വൈറലായി.
വീഡിയോ കണ്ട് ജസ്റ്റ് ആ ഓ അത്രേ ഉള്ളൂ. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ അത്രയും പേര് മോശമൊക്കെ പറയുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇല്ല ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എടാ അങ്ങനെയാണല്ലോ ഇല്ല, videos? അവർക്കും അറിയാം കാര്യങ്ങൾ. അപ്പം അവരും അതുപോലെ അങ്ങനെയൊന്നും കമന്റ്സ് ഒന്നും ഫ്രണ്ട്സ് ആയാലും പറയാറുണ്ട്? അമ്മയുടെ ഇഷ്ടമല്ലേ. അതെ അതിപ്പം ഫസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അമ്മ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വിവാദമാവുമെന്ന് കരുതിയില്ല. ഓക്കെ എല്ലാരും ശ്രദ്ധിക്കുന്ന കരുതി, പക്ഷെ വിവാദമാവുമെന്ന് കരുതിയില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിവാദമായി ഭയങ്കരമായിട്ട് അമ്മയെ തേജോവധം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കമന്റുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കോ വേണ്ട അമ്മ എന്തിനാ അത് ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെയൊക്കെ തോന്നിയോ? ഇനി അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ആ അമ്മയുടെ ഇഷ്ടമല്ലേ അത് ചെയ്യട്ടെ അങ്ങനെയാണ്. ഒരു ഇതുമില്ല. അതെ കൂടുതലും എന്താ പറയാ എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ കണ്ടോ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നേ? അങ്ങനൊന്നുമില്ല. ഇല്ല പറയുന്ന എപ്പോഴും അതുപോലെ തന്നെ രേണു ചേച്ചി പറയാറുള്ളതെന്ന് പറഞ്ഞാല് ഋതുക്കുട്ടിനെക്കാളും കാര്യമാണ് കിച്ചുവിനെ. കിച്ചുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നാ പറയാറുള്ളത്. അതിനെപ്പറ്റി എന്താ കിച്ചുവിന് പറയാനുള്ളത്? ആയിരിക്കും. എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യം. അതായത് കിച്ചു ഒരു ഇച്ചിരി അതായത് കിച്ചുവിന് ഒരു അറിവായതിനു ശേഷമല്ലേ രേണു ചേച്ചിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ട അന്ന് മുതലേ അങ്ങനെ അതായത് അമ്മയെന്ന് തന്നെയാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആദ്യം ചേച്ചി എന്നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെന്നുള്ള വിളി തുടങ്ങിയ ശേഷം സ്വന്തം അമ്മയെ പോലെ തന്നെയാണോ? അതെ. പിന്നെ ഈ ഒരു അച്ഛന്റെ മരണത്തിന് ശേഷം ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടില്ല. പഠിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു അത്രേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ നിൽക്കുന്നതും കൊല്ലത്ത് തന്നെയല്ലേ ആണ്. അതെ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അമ്മ വിളിക്കാറുണ്ട്. അനിയമ്മാവെ കാണാൻ തോന്നാറുണ്ടോ ഇടയ്ക്ക്? ആണല്ലേ? വീഡിയോ കോളൊക്കെ ചെയ്യും, ഡെയിലി വിളിക്കും. അപ്പൊ പറയോ അനിയമ്മാവ കാണാൻ വരണം എന്നൊക്കെ പറയാറുണ്ടോ? പ്രൊജക്ടും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അങ്ങനെ അവിടെ തന്നെ ആയിരിക്കും കൂടുതൽ. ആണ്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാറില്ല? ഇടയ്ക്കിടയ്ക്ക് വരും, കാണും. അമ്മ പറയാറുണ്ട് കിച്ചുവിനായിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ട്, കിച്ചുവിന്റെ റൂം തന്നെയാ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം വരുമ്പോ ഒക്കെ എങ്ങനെയാ റൂം കാണുമ്പോ ഒരു സന്തോഷാണോ? അതെ വന്നു കഴിഞ്ഞാൽ എന്റെ ലോകം അതാണോ? അതിനകത്തിലായിരിക്കും കൂടുതൽ ടൈമും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ എനിക്കിത് വേണം അങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടോ? വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ പണ്ട് മുതലേ ഇല്ല, എന്ത് കിട്ടിയാലും കഴിച്ചോളൂ അങ്ങനെയാണോ? അങ്ങനെ ഞാൻ വരുമ്പോ മിക്കപ്പോഴും ഇവിടെ നല്ല കറികളൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലും കാണും, അമ്മ എന്തെങ്കിലും റെഡിയാക്കാറുണ്ടല്ലേ? ഓക്കെ. അപ്പോ ഈ തരത്തില് നെഗറ്റീവ് കമന്റ്സ് വരുന്നു. പിന്നെ അമ്മയാണ് പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിൽ തന്നെ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോ എന്താ പറയാ, ഞാനങ്ങനെ കാണാറില്ല. എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? ജസ്റ്റ് ഒന്നുമില്ല. അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, എനിക്കൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല, അപ്പം അങ്ങനെ വിളിച്ചു ചോദിച്ചു. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യേണ്ട അങ്ങനെയൊന്നും അഭിപ്രായമൊന്നുമില്ല. അതൊക്കെ അമ്മയുടെ ഇഷ്ടമല്ലേ, അങ്ങനെയൊന്നും പ്രത്യേകിച്ച്. അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ? അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു വളർന്നു വരികയാണ്, ഋതു വളർന്നു വരികയാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. കിച്ചു ഇല്ല, അങ്ങനെയില്ല. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടന്റെ പെങ്ങളാണ്. അങ്ങനെ അത്രയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അത്രത്തോളം ആളുടെയും കൂടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലാണെന്ന തരത്തില് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീട് വെച്ചതിന് ശേഷം ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. കിച്ചുവിനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? മെസ്സേജ് അയക്കാറുണ്ട്. എന്തെങ്കിലും ഈ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനല്ല, ഇടയ്ക്ക് മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. കാണാൻ അതായത് വീട്ടിലേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ വലിയ ചാറ്റിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കും, അങ്ങനെയേ ഉള്ളൂ. അത് സുധിച്ചേട്ടനുള്ള ടൈമിൽ അങ്ങനെ വീട്ടിലേക്ക് സ്ഥിരം വരാറൊക്കെ ഉണ്ടായിരുന്നു? ഇടയ്ക്കൊക്കെ വരും. പിന്നെ എപ്പോഴും ഷൂട്ടിന് മുമ്പ് കാണും. ഓ അങ്ങനെയായിരുന്നു അല്ലെ? അതിനുശേഷം പിന്നെ ഒരു കോണ്ടാക്റ്റിനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ അവരുമായിട്ട്?
അച്ഛനെ അന്ന് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും വിളിക്കാറുണ്ടോ? മോനെ വിളിക്കാറുണ്ടോ? ഫ്രണ്ട്സ് അങ്ങനെയില്ല. ഉം. അന്ന് ജസ്റ്റ് സംസാരിക്കും, അത്രേ ഉള്ളൂ. പൊതുവെ അങ്ങനെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാത്ത ഒരാളാണോ കിച്ചു? അങ്ങനൊന്നുമില്ല. അതെ. ചെലപ്പം അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു അവര് സംസാരിക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു വൺ വേർഡ് റിപ്ലൈ ആണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കോ? അതുകൊണ്ടായിരിക്കും ചിലപ്പോ. അത് അങ്ങനെയല്ല, ഞാൻ കുറച്ചും കൂടെ ഒക്കെ സംസാരിക്കണ്ടേ ഇവരുടെ അടുത്തൊന്നും തോന്നാറില്ലേ ഇപ്പൊ? ഇല്ല, അവർക്ക് തന്നെ അറിയാലോ. അറിയാം, പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, കുഞ്ഞെ പോലെ ഇങ്ങനെ തന്നെയാ. ഇങ്ങനെ തന്നെ. ഇതിനും സംസാരം കുറവായിരുന്നു. ഇതിനേക്കാളും സംസാരം കുറവായിരുന്നു. ഓ, ഫ്രണ്ട്സ് ഒക്കെ കുറവായിരുന്നു അപ്പൊ? ഫ്രണ്ട്സ് ഇഷ്ടം പോലെ. എപ്പോഴെങ്കിലും ഒക്കെ അച്ഛനെ മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാറുണ്ട്. ഇല്ല, മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നലൊന്നും ഇല്ല ഇവിടെ. പിന്നെ കുഞ്ഞിലോട്ട് അങ്ങനെയാണല്ലോ, ഷൂട്ടിലായിരിക്കും കൂടുതലും. കിച്ചു കൂടുതലും അപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആരുടെ കൂടെയാ? ഇപ്പോഴോ? അല്ല, അച്ഛൻ ഈ ഒരു ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്തൊക്കെ. ഒന്നില്ലേ കൊല്ലത്ത് ആ ടൈമില് കൊല്ലത്തായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളപ്പം ഞാൻ പിന്നെ അച്ഛൻ്റെ ഒപ്പം ഷൂട്ടിന് പോകും. ഇവിടെ ഉള്ളപ്പം എപ്പോഴും ഷൂട്ടിലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ ക്ലാസ്സുള്ള ടൈമിൽ മാത്രം ഇവിടെ കാണും. ആ ടൈമില് കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഫ്രണ്ടിലായിരുന്നു. ആണ്. ഓ, അച്ഛൻ എല്ലാ കാര്യങ്ങളും അടുത്തെത്തിക്കുമായിരുന്നോ? ഒന്നിലും ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല അല്ലേ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പൊ അച്ഛനില്ലാതെ വന്നപ്പോ? അതുണ്ട്, അതിപ്പോ കാണുമല്ലോ. അതെ, അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലേ? എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകത്തില്ലല്ലോ. അതെ. അമ്മ ഇപ്പൊ ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തേക്കാണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണോ കൂടുതലും എന്താ പറയാ കിച്ചുവിന്റെ എഡ്യൂക്കേഷൻ ഫീസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് ആവുന്ന അമ്മയുടെ വരുമാനമാണോ? അപ്പൊ അമ്മ പോക്കറ്റ് മണി ആയിട്ടൊക്കെ ക്യാഷ് അയച്ചുതരാം, അപ്പൊ തന്നെ ഇട്ടുതരാം? അത്രേ ഉള്ളൂ, അല്ലാതെ ചോദിക്കത്തൊന്നുമില്ല എന്തിനാ? അങ്ങനെ ചോദിക്കത്തില്ല, അറിയാം എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിരിക്കും. ഓ, അങ്ങനെ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട്, അതായത് വളർന്നു വരുന്ന മകൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളൊരു അങ്ങനെ വലിയ പൈസ ഒന്നുമില്ല എന്തെങ്കിലും ചെറിയതൊക്കെ ആയിരിക്കും ചോദിക്കാറ്. അതായത് അമ്മയുടെ വരുമാനം അനുസരിച്ചിട്ട് എന്തെങ്കിലും ചില്ലറ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഒരു ഫിലിമൊക്കെ കാണാൻ പോവാറുണ്ടോ? സിനിമ അതൊക്കെ. ഓക്കെ, അടുത്ത കണ്ട ഫിലിം ഏതാ? അടുത്തുള്ളത് ബസൂക്ക. അയ്യോ, ബസൂക്ക ആലപ്പുഴ ജിംഖാന. ഓ, അതെ. അപ്പൊ അമ്മയുടെ അടുത്ത് വിളിച്ച് പറയാറുണ്ടോ, അമ്മ ഈ ഒരു ഫിലിം ഇത്രയും നല്ലത്, അമ്മയും കൂടെ പോയി കാണാൻ, അങ്ങനെ പറയാറുണ്ടോ? ആഗ്രഹമില്ല, അമ്മയ്ക്ക് അങ്ങനെ സജഷൻ ഒന്നും കൊടുക്കില്ല. അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? അയ്യോ, അങ്ങനൊന്നും ചോദിക്കല്ലേ, അങ്ങനെ കാണാറൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടുകയാണോ? ഈ അമ്മയുടെ വീഡിയോ ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ട്, പോയി കാണും. അല്ല, അമ്മ ഇപ്പൊ ഏകദേശം 3 ഫിലിമോളം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം അത് വരുന്ന ടൈമിൽ പോയി കാണണം, അതായത് ഫ്രണ്ട്സിനെ കൂടി പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഫിലിം കണ്ടിട്ട് അമ്മയുടെ അഭിനയത്തിനകത്തിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് അമ്മയോട് പറയോ, അതോ ഇല്ല അമ്മയ്ക്ക് വിഷമമാണെന്ന് കരുതി മിണ്ടാണ്ടിരിക്കോ? ഉള്ള കാര്യമുള്ള പോലെ തന്നെ അറിയാം, എനിക്കറിയാൻ പേടിയൊന്നും പറയണല്ലോ. അതെ. അപ്പം ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലും എടാ അങ്ങനെ നെഗറ്റീവ് കമന്റ് കണ്ടല്ലോ, നിനക്കൊന്നും തോന്നില്ല എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇല്ല, അവർക്ക് എന്റെ ലൈഫ് മൊത്തം അറിയാം. അങ്ങനെ എന്റെ കൊച്ചിലോട്ടുള്ള കൂട്ടുകാരും മൊത്തം എല്ലാവരും, കോളേജിലുള്ള ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ കൂടെയുള്ളു എല്ലാരും അറിയാം. എന്റെ കുഞ്ഞിലോട്ട് ഇപ്പൊ അതിലുള്ള കാര്യങ്ങൾ എല്ലാവരും. ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ, അതായത് നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അയ്യോ സുധിച്ചേന്റെ വൈഫ് ഇതുപോലെ കോളേജിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതുപോലെ സുധിച്ചേന്റെ മകനാന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ അഡ്മിഷന് ചെന്നപ്പോ തന്നെ മനസ്സിലായിരുന്നു എല്ലാവർക്കും ഞാനാ. ഓ, ആണ്. അപ്പം എന്തായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവരങ്ങനൊന്നുമില്ല, ഞാൻ ഒരു സ്റ്റുഡന്റ് ആ രീതിയിൽ തന്നെ എല്ലാരും ആണ്. അതായത് ഒരു എന്താ പറയാ ഒരു സഹതാപം അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടേ പറഞ്ഞു, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു. ഇല്ല, അങ്ങനെ തന്നെ ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇല്ല, എല്ലാവരുടെ ഒപ്പത്തിലുള്ളവർക്കും. ഫസ്റ്റ് ഒരാളെ പരിചയപ്പെടുന്ന ടൈമില് കിച്ചുവായിട്ട് തന്നെ പറയാറുണ്ടോ ഞാൻ ഇതുപോലെ സുധീന്റെ മകനാണ്? ഇല്ല, പറയാറില്ല.
അതെന്തുകൊണ്ടാ ഒരു ഫെയിം ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്? അതായത് അങ്ങനെ അങ്ങനെ തന്നെ എല്ലാം എല്ലാവരും തിരിച്ചറിയണ്ട അതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ 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 പറയണം ആ രീതിയൊന്നും തോന്നിയിട്ടില്ല. ആൾക്കാരായിട്ട് എപ്പോഴെങ്കിലും മനസ്സിലാക്കി എടുക്കാറാണോ ആ ഒരു? അങ്ങനെയാണ് കൂടുതൽ. ആണ്. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ തന്നെ മനസ്സിലായില്ലേ. ഓ ഓ അങ്ങനെ പറയുന്നത്. ആ ആ ഒരു സമയത്ത് ഇങ്ങനെ കമ്പനി ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാതിരിക്കുമ്പോ ആൾക്കാർ പറയാറുണ്ടോ എന്തുകൊണ്ടാണ് നീ പറയാതിരുന്നേ എന്നൊക്കെ പറയാറുണ്ടോ? ആ ചിലവരൊക്കെ പറയും. ഉം. താല്പര്യമില്ല എന്താ പറയാ? അപ്പൊ എന്താ പറയാ? താല്പര്യമില്ലാത്തല്ല അങ്ങനെ പറയാറില്ല. അപ്പൊ അങ്ങനെ കാണേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. ആ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു വരുമ്പോ അങ്ങനെ പറയും ഇങ്ങനെ. ഉം. ഞാൻ പെട്ടെന്ന് അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് ഒരാളെ കാണുമ്പോ അങ്ങനെ പറയാറില്ല. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തില് ഒരു ആൽബത്തിന്റെ ഷൂട്ടൊക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ കിച്ചുന് എന്ത് തോന്നും? കഴിച്ചുകഴിഞ്ഞാൽ ഇപ്പം അത് അമ്മയുടെ ഇഷ്ടം. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം. അതിലൊരു അഭിപ്രായമില്ല. ആ ഒരു എന്താ പറയാ അച്ഛന്റെ ആ ഒരു സാന്നിധ്യം വിട്ടു പോകും അല്ലെങ്കിൽ അച്ഛന്റെ ഭാര്യയായിട്ടിരുന്ന അമ്മയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അങ്ങനെയില്ല. ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നിക്കാൻ വയ്യ, അങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിക്കാനായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ആണ്. അല്ലാതെ ഇനി അങ്ങോട്ട് പോകുന്തോറും അമ്മ, കാരണം നിങ്ങൾ രണ്ട് ആൺകുട്ടികളാണ്, നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് വളർന്നു പോകും. അപ്പൊ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ട് ഒരു വിവാഹം എന്തായാലും കഴിക്കണം എന്നുള്ളൊരു തരത്തില് അങ്ങനെ ഒരു നിർബന്ധമായിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് കല്യാണം കഴിക്കും. അല്ലാണ്ട് ഞാൻ അതിനൊരു എതിരായിട്ട് നിൽക്കുകയോ എനിക്കതിനൊരു എന്തെങ്കിലും പറയാനോ അങ്ങനൊന്നുമില്ല. അമ്മ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് പറയണ, എടാ എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നങ്ങനെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചുവിന്റെ റെസ്പോൺസ് എന്തായിരിക്കും പെട്ടെന്ന്? ആരാണെങ്കിലും ഇതിപ്പം വരുന്ന ഒരാൾ ഇതിപ്പോ ആരാണെങ്കിലും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുമോ? കാരണം അറിയാലോ രേണു ചേച്ചിക്ക് കുറെ അധികം നെഗറ്റീവ്സ് വരുന്നുണ്ട്. സുധിച്ചേന്റെ ഭാര്യയായിട്ട് ഇരുന്നുകൊണ്ട് ഈ തരത്തിൽ വരുവാണ്. അപ്പൊ എന്തായാലും ചേച്ചി അങ്ങനെ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. ചേച്ചിക്കെതിരെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ചേച്ചിക്ക് ഒരു സപ്പോർട്ടായിട്ട്, അതായത് എന്തായാലും കിച്ചു കൂടെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ചേച്ചിക്ക് ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് ചേച്ചിക്ക് ഒഴിവാകാൻ പറ്റും. അപ്പം ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടെ. അല്ലാണ്ട് ഞാൻ അതിൽ കയറി എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ അങ്ങനെ ഒരു വിവാഹം നടന്ന കിച്ചുവിന്റെ പ്രസൻസ് ഉണ്ടാവുമോ? അത് മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അങ്ങനെ. അതുപോലെ തന്നെ അച്ഛൻ പ്രധാന ഭാഗമായിരുന്നൊരു പ്രോഗ്രാമാണ് സ്റ്റാർ മാജിക്. അപ്പം അതിപ്പം ഈ അടുത്തിടെയായിട്ട് അതിന്റെ ഒരു സംപ്രേഷണം നിർത്തി അവരിപ്പോ. അപ്പൊ അത് കണ്ടപ്പോ സങ്കടം തോന്നിയിരുന്നോ? ഇല്ല, ഞാൻ കുറച്ചാൾ കഴിഞ്ഞിട്ട് അത് അറിയുന്നത്. ഈ സ്റ്റാർ മാജിക് നിർത്തി. കേരളത്തിൽ എന്തോ വേറെ പരിപാടി എന്നറിയുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നില്ല? കുറവായിരുന്നു. അങ്ങനെ കാണുന്ന തന്നെ കുറവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോ ഞാൻ ഓൾറെഡി ഷൂട്ട് കാണും അവിടെ ചെല്ലുമ്പോ. പിന്നെ വീണ്ടും അങ്ങനെ കാണത്തില്ല. അവിടുത്തെ പരിപാടി എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നേരിട്ട് കാണുന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം അതുകൊണ്ട് അച്ഛൻ മരിച്ചത് കൊണ്ട് മാത്രം ആ ഒരു പ്രോഗ്രാം കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കുഞ്ഞിലോട്ടെ ആ പരിപാടി അവിടെ നേരിട്ട് കാണുന്നേ. ഇപ്പൊ ഈ ഒരു പുതിയ വീട് വെച്ചിട്ട് ഏകദേശം 6-7 മാസത്തോളം ആയല്ലോ. അപ്പൊ ഇവിടെ എന്തുമേ നാള് താമസിച്ചിട്ടുണ്ട്? ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് വരുമ്പോ ഇവിടെ നിൽക്കും. എണ്ണി വെച്ചിട്ടൊന്നുമില്ല. അധിക നാൾ അങ്ങനെ നിന്നിട്ടില്ല? ഒരുപാട് നീണ്ടൊരു ദിവസം അങ്ങനെ നിന്നിട്ടില്ല. ഇല്ല, ഇടയ്ക്ക് വന്ന 1-2 ദിവസം അങ്ങനെയൊക്കെ നിൽക്കും. അങ്ങനെയാണ് നിൽക്കാറ്. ഇഷ്ടപ്പെട്ടോ? വീട് ഇഷ്ടമായോ? വീട് ഇഷ്ടമായി. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം വീട് എന്ന് പറയുന്നത്. അതിപ്പം അച്ഛന്റെ മരണശേഷം ആണെങ്കിൽ പോലും അത് നിങ്ങൾക്കായിട്ടൊരു വീടായിരിക്കുകയാണ്. അപ്പൊ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ചിന്തിക്കാറുണ്ടോ അച്ഛൻ ഉണ്ടായിരുന്നെങ്കില്? ചിന്തിച്ചിട്ടുണ്ട്. അച്ഛനും കൂടെ വേണമായിരുന്നു ഈ ഒരു വീട്ടിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അച്ഛന് നല്ലൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് അങ്ങനത്തെ കാര്യമൊക്കെ. എപ്പോഴും പറയാറുണ്ടായിരുന്നോ അങ്ങനെ? എപ്പോഴും ഞങ്ങള് കൂടുതൽ ഇങ്ങനെ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ വീടെടുക്കണം. ഞാനും അച്ഛനും അളിയനും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ഓഹോ, അപ്പം ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു അച്ഛന്റെ? ഞങ്ങള് 3 പേരും ഇടയ്ക്ക് ഷൂട്ടിനൊക്കെ അളിയനും കാണും. ഞങ്ങളിങ്ങനെ 3 പേരൊക്കെ ഒപ്പം സംസാരിക്കും വീടൊക്കെ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ കൊല്ലത്തേക്ക് ഈ ഒരു പഠിക്കുന്നതിനാണെങ്കിൽ പോലും കൊല്ലത്തേക്ക് പോകുമായിരുന്നോ? അച്ഛനെ മാറി നിന്നിട്ട്
അത് ഞാൻ ഇപ്പൊ എവിടെയാണല്ലോ അച്ഛൻ വിടും. ഉം. അപ്പൊ അച്ഛനുണ്ടായിരുന്ന ചിലപ്പോ പുറത്തോട്ട് വിട്ടേനെ എന്തെങ്കിലും പഠിക്കാനായിട്ട്. എനിക്ക് പുറത്ത് പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം ഉം, ഉം, കൂടുതൽ. ഉം. അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പുറത്ത് പോയി പഠിക്കണം അനിമേഷൻ ഫ്ലെക്സ്. ഉം. ഈ ഒരു ആനിമേഷൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് അച്ഛനും അറിയായിരുന്നു. ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുറത്തു പോയി പഠിക്കായിരുന്നല്ലോ. അല്ല ഇനിയിപ്പൊ ഇങ്ങനെയാണേലും പഠിച്ചാണേലും പുറത്തു പോയാലും അങ്ങനെയേ ഉള്ളൂ. അല്ലാണ്ട് ആ ഒരു വിഷമം ഉണ്ടാവും പുറത്തു പോയി അച്ഛനെ പഠിക്കാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. അത് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലേ? കോഴ്സ് പഠിക്കാൻ പറ്റിയല്ലോ. അതെ, ആഗ്രഹിച്ചതുപോലെ തന്നെ. എന്താ ഇനി ഈ ഒരു പഠിത്തം കഴിഞ്ഞിട്ട് എന്താ ഭാവിയിൽ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനൊന്നും തോന്നിട്ടില്ല. പഠിക്കണം, ഒരു ജോലി സെറ്റ് ചെയ്യണം, കുറച്ച് കഴിഞ്ഞ് ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള കാര്യം. അങ്ങനെ സ്വന്തമായിട്ടൊരു ജോലി ആയിക്കഴിഞ്ഞ ഋതുക്കുട്ടിന്റെ എഡ്യൂക്കേഷന്റെ ചെലവൊക്കെ നോക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നോ, അതായത് ഋതുക്കുട്ടിനെ നീ നോക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു? അവര് വാശിയുണ്ടോ അച്ഛനില്ല ഇനി ഋതുക്കുട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളത്? അതെ, ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിലും കണ്ടു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹമാണ്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, പോകുന്നു എന്ന് പറയുമ്പോഴാണെങ്കിൽ തന്നെ ആള് ഭയങ്കര സങ്കടത്തിലാ. അങ്ങനെ അപ്പം എന്താ പറയാ, എപ്പോഴാണെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടോ വേണ്ട ദൂരെ നിന്ന് മാറി പഠിക്കണ്ടായിരുന്നു, അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം? അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ, അതായത് രേണു ചേച്ചി വീഡിയോ ഇങ്ങനെ ഈ തരത്തിലൊക്കെ വൈറലാകാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചുവിനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല, ഒരു തരത്തിലുള്ള ഒരു പ്രസൻസും കിച്ചുവിൻ്റെ അത് അറിയുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയ വീട് വെച്ചിരിക്കുന്നത് രേണു ചേച്ചിയുടെ പേരിലാണ്, അത് കാരണം കിച്ചുവിനെ ഇറക്കി വിട്ടു. പക്ഷെ രേണു ചേച്ചി പറഞ്ഞു ഇല്ല, ഇതെന്റെ പേരിലല്ല, രേണു ചേച്ചിയുടെ പേരിലേ അല്ല ഈ ഒരു വീട് വന്നിരിക്കുന്നത്, സുചേന്റെ മക്കളായ കിച്ചുവിന്റെയും ഋതുവിന്റെയും പേരിലാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നതെന്ന് രേണു ചേച്ചി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ആൾക്കാർ പലരും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതെല്ലാം രേണു ചേച്ചി പറയുന്നത് മാത്രമാണ്. കിച്ചുവിന്റെ സൈഡിൽ നിന്ന് ഇതിനെന്താ പറയാ, ഇതിനെ അനുകൂലിച്ചാണെങ്കിലും കിച്ചുവിന്റെ റെസ്പോൺസ് ഒന്നും ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കിച്ചുവിന് എന്താ പറയാനുള്ളത്? വീട് ശരിക്കും ആരുടെ പേരില? ഇങ്ങനെ എല്ലാവർക്കും അറിയാലോ എന്റെ പേരില വീട് വെച്ചപ്പോ തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ. ഇപ്പൊ ന്യൂസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്നവർക്കറിയാം, പിന്നെ അറിയാത്തവർ ഇങ്ങനെയാണെന്ന് പറയും. ഇപ്പോ ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതില് രേണു ചേച്ചിയുടെ പേരും ആഡ് ആയിട്ടുണ്ട്. അത്തരത്തില് ബിഗ് ബോസിലേക്ക് കോള് വന്നു കഴിഞ്ഞാൽ അമ്മ പോകുന്നതിനോട് എന്താ കിച്ചുവിന്റെ അഭിപ്രായം? പോണം തന്നെയാണ്. അതെ അതെ, എന്നുവെച്ചാൽ കൂടുതൽ ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പുറമെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവർ പോലും ഈ ബിഗ് ബോസിനകത്തേക്ക് ചെന്ന് ഭയങ്കര നെഗറ്റീവ് ആകാറുണ്ട് അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. ഇത് ഓൾറെഡി ചേച്ചിയെ പറ്റിയിട്ട് ഭയങ്കര മോശം കമന്റും കാര്യങ്ങളും ഒക്കെ വരുന്നതിന്റെ ഇടയ്ക്ക് ചേച്ചിയെ ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണ്. അപ്പം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അതായത് എങ്ങനെയാകും പുറത്തേക്ക് വരുന്ന അഭിപ്രായങ്ങൾ, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടോ കിച്ചുവിന്? ബിഗ് ബോസിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉറപ്പായിട്ടും പോകണം എന്നല്ലേ പറയും. അതുപോലെ രേണു ചേച്ചിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ്ങും ചേച്ചിക്കെതിരെ നടക്കാറുണ്ട്. അതായത് ചേച്ചിയുടെ ഫേസ് കാണാൻ എലിയനെ പോലെയാണ്, എന്താ ഹാൻഡ്സ് വെച്ചിട്ടാണോ നീ നിൽക്കുന്നത്, നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? അതായത് അമ്മേനെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനോട് എന്താ കിച്ചുവിന്റെ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം ഞാൻ നല്ല വന്നായിരുന്നു ആ ടൈമിൽ. എനിക്കും കുറെ എനിക്ക് കേട്ട് ശീലമായി, പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കും. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആരെയും അങ്ങനെ പറയാനുള്ള ഇതില്ല. എല്ലാത്തവർക്കും ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്. അതുപോലെ കണക്ക് അപ്പൊ ഞാൻ നേരത്തെ നല്ല വണ്ണമായിരുന്നു. എനിക്ക് ആ ടൈമിൽ എനിക്കും കുറെ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചു അതുപോലെ കൊല്ലത്ത് ആണല്ലോ നിക്കുന്നത്. അപ്പം അവിടുത്തെ ഫാമിലി എങ്ങനെയാ? ഋതുക്കുട്ടിനെയൊക്കെ അന്വേഷിക്കാറുണ്ടോ? അവര് ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ട് ഇങ്ങോട്ടും. അമ്മ വിളിക്കുമ്പോൾ അമ്മ എപ്പോഴും ഷൂട്ടിലായിരിക്കും. അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇവിടെ വരുമ്പോഴായിരിക്കും കൂടുതൽ വിളിക്കുന്നത്. അതെ, കിച്ചു ഇവിടെ വരുമ്പോ കിച്ചുവിന്റെ ഫോൺ ഇവിടെ വരുമ്പം വലിയച്ഛനാണെങ്കിലും വല്യമ്മയാണെങ്കിലും വിളിക്കും, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അമ്മയുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോ അവരെന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? അവര് ഇങ്ങനെ എന്നെ പോലെ തന്നെ പറയുന്നൊക്കെ. അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അമ്മ ഈ തരത്തില് ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുമായിരുന്നോ? എന്താ അവിടെ ആണെങ്കിലും ഞാനിപ്പോ സെയിം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അവരും പറയുന്നത് അമ്മയുടെയായിട്ടൊരു ഇഷ്ടമുണ്ടല്ലോ, നടക്കട്ടെ അങ്ങനെ. അപ്പം രേണു ചേച്ചി പറയുന്നുണ്ട്, അതായത് സുധിച്ചേട്ടനുള്ള ടൈമിൽ സുധിച്ചേട്ടൻ എങ്ങനെയെങ്കിലും ഫെയിം ആകണം, സുധിച്ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ
അഭിനയത്തിലേക്ക് ഒന്നും വരാഞ്ഞത് എന്ന് രേണു ചേച്ചി പറയുന്നുണ്ട്. അച്ഛൻ ആ ടൈമിൽ അമ്മയോട് പറയാറുണ്ടായിരുന്നു നീ അഭിനയിക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു? അങ്ങനത്തെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇല്ല, ഒന്നും കേട്ടിട്ടില്ല അങ്ങനെയൊന്നും. അതായത് ടിക്ടോക്ക് രണ്ടുപേരും ഒരുമിച്ചൊക്കെ ചെയ്യുമായിരുന്നു. ഞാനായിരുന്നു വീഡിയോ ഒക്കെ എടുത്തോളൂ. ഓ ആഹാ. ആ ഒരു ടൈമില് എന്താ പറയാ, അച്ഛനോടൊപ്പം തന്നെ രേണു ചേച്ചിയും ഇങ്ങനെ അമ്മയും ഇങ്ങനെ ഒരു എന്താ പറയാ പ്രോഗ്രാമൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ അച്ഛൻ ആഗ്രഹിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ? അങ്ങനൊന്നും എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കത്തില്ലായിരിക്കും, അത് അവരുടെ തമ്മിലുള്ള ഇടയ്ക്ക്. ഓക്കെ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ ദാസേട്ടനായിട്ടുള്ള വീഡിയോസ് വന്നതിന് ശേഷം. പക്ഷേ ഇവരുടെ രണ്ടുപേരെയും വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ രണ്ടുപേരെയും ചേർത്ത് വളരെ മോശമായിട്ടൊരു കമന്റ് വരികയും അതിനെതിരെ ദാസേട്ടൻ ഒരു സൈബർ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചു? അവർ രണ്ടുപേരും അഭിനയിക്കുന്നില്ല, അപ്പം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. അപ്പം കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊടുത്ത് അവർക്ക് രണ്ടുപേർക്കും അവർ രണ്ടുപേരും അറിയാമല്ലോ എങ്ങനെയാന്ന്. പിന്നെ എനിക്ക് അമ്മേനെ അറിയാം. അപ്പം അവർ രണ്ടുപേരും അഭിനയിക്കുന്നില്ല. അപ്പം ബാക്കിയുള്ളവരാണല്ലോ അഭിനയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. കേസ് കൊടുത്താൽ നല്ലൊരു കാര്യം, അങ്ങനെ പോട്ട്. കൊച്ചുറക്കത്തിൽ നിന്നൊക്കെ എണ്ണീറ്റിരിക്കുക, അതുകൊണ്ട് വയ്യ ഒന്നും പറയാൻ. അങ്ങനെയാണോ? ഉറക്കം വരുന്നുണ്ടോ കുഞ്ഞിന്? ആണോ? ഉച്ചയ്ക്ക് ഉറക്കമായിരുന്നോ ഇത്രയും നേരം? കിച്ചു ചേട്ടനെ കണ്ടിട്ട് സന്തോഷമില്ലേ? കിച്ചു ചേട്ടൻ ഒരു ചക്കര ഉമ്മ കൊടുത്തേ. ഋതപ്പം കിച്ചു ചേട്ടൻ്റെ കൂടെ പോകുന്നുണ്ടോ കൊല്ലത്തേക്ക്? പോവാണോ? എന്താ കിച്ചു ചേട്ടനെ പിരിഞ്ഞു നിക്കാൻ പറ്റില്ലേ? കിച്ചു ചേട്ടനെ എപ്പോഴും കാണണോ കുഞ്ഞിന്? ആണോ? കിച്ചു ചേട്ടൻ എന്നും വിളിക്കാറില്ലേ കൊല്ലത്ത് പോയാലും കുഞ്ഞിനെ? കിച്ചു ചേട്ടൻ ഒരു പാട്ട് പാടിക്കൊടുത്തേ, നല്ലൊരു പാട്ട് പാടിക്കൊടുത്തേ. ഞങ്ങൾക്ക് അറിയാം കിച്ചു സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ കുറെ തിരക്കിലും കാര്യത്തിലും ഒക്കെയാണ്. പക്ഷെ ഒരുപാട് പേർക്ക് കിച്ചുവിന്റെ സൈഡ് എന്താണ്, കിച്ചുവിന്റെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കിച്ചു. ആ ഒരു എന്താ പറയാ, അധികം സംസാരിക്കാത്ത ഒരാൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും സംസാരിച്ചതിന്. അവസാനമായിട്ട് സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരോട് പിന്നെ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവരോട് എന്താ പറയാനുള്ളത്? ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക.